കുല്ലു ഖർളിൻ എല്ലാ കടവും ജർറ മൻഫഅതൻ ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടവും ഫഹുവ റിബ അതിന്റെ പേര് റിബ എന്നാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു 50 ലക്ഷം കടം തരാം. ഒരാൾ പറയാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 50 ലക്ഷം നിങ്ങൾ വീട്ടുന്നത് വരെ നിങ്ങൾ ആ കാസർകോട്ടങ്ങാടിയിലെ ഒരു വീടില്ലേ, ആ വീട് എനിക്ക് താമസിക്കാൻ വിട്ടുതരണം. കാസർകോട്ടങ്ങാടിയിൽ ഒരു റൂമില്ലേ, ആ റൂം എനിക്ക് ചില്ലറ ഇടപാടിന് വേണ്ടി വിട്ടുതരണം, വാടക തരൂല. സുബ്ഹാനല്ലാഹ്, 50 ലക്ഷം വാങ്ങിയതിന്റെ മറവില് സ്വീകരിക്കുന്ന ഈ ഉപകാരം ഫഹുവ റിബാ, ഉപകാരം വേറൊന്ന് സ്വീകരിക്കുന്ന തരത്തിൽ കൊടുക്കുന്ന കടം ഫഹുവ റിബാ, അത് പലിശയാകുന്നു. സഹോദരങ്ങളെ, പലിശക്ക് കൊടുക്കരുത്, പലിശക്ക് വാങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞില്ലേ, ജനങ്ങളെ സമ്പത്ത് വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ അല്ലാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, ഒരിക്കലും അത് വികസിക്കൂല. ഇവിടെ പലിശയും തിന്നു കൂടുന്ന ആളുകള് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധ ഇളകിയ ആളുകൾ അപസ്മാര രോഗം ബാധിച്ചിട്ട് ആടി വീഴുന്നത് പോലെ രണ്ട് കാലിൽ ഉറച്ച് നടക്കാനുള്ള ആവതുണ്ടാകൂല. ലാ യഖൂമൂന, അവര് ഖബറിൽ നിന്ന് എണീറ്റ് വരൂല. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധ ഏറ്റ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വീഴുന്നത് പോലെ രണ്ട് കാലിൽ അവർക്ക് നിൽപ്പ് കിട്ടൂല, ഉറച്ച് നടക്കാൻ കഴിയൂല. എന്തേ കാരണം? ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ. കച്ചവടം എന്ന് പറയുന്ന ഇടപാടും അതൊക്കെ ഒരു പലിശ പോലെ തന്നെയല്ലേ എന്നാണ് അവരുടെ ന്യായീകരണം.